മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൊടും ചതിയന്മാരായിട്ട് കോൺഗ്രസ് മാറിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. നടൻ വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റിരിക്കുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് കോൺഗ്രസിന്റെ കൊടും ചതിയന്മാരുടെ പേരെടുത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നന്ദി അർപ്പിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. காங்கிரஸ் பேரியக்கத்தின் தலைவர் மதிப்புக்குரிய திரு மல்லிகார்ஜுன் கார்கே அவர்களே, பாராளுமன்ற எதிர்கட்சி தலைவர் மதிப்புக்குரிய மை பிரதர் திரு ராகுல் காந்தி அவர்கள், காங்கிரஸ் கட்சியின் பொதுச் செயலாளர் மதிப்புக்குரிய திரு கே.சி. வேணுகோபால் அவர்கள், தமிழ்நாடு காங்கிரஸ் தலைவர் மதிப்புக்குரிய திரு செல்வ பெருந்தகை அவர்கள். നിങ്ങൾ കേട്ടില്ലേ? തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഈ ഒരു പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധിക്ക് നന്ദി പറയുമ്പോ രാജ്യത്തെ പ്രതിപക്ഷം മുറിഞ്ഞു വീണോണ്ടിരിക്കുകയാണ് എന്നുള്ളതാ വളരെ വലിയ യാഥാർത്ഥ്യം. നമുക്കതിലേക്ക് വരാം. ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ്, നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന പദവി പോലും രാഹുൽ ഗാന്ധിക്ക് തുലാസിലാവുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസത്തിലൂടെയാ നമ്മൾ കടന്നു പോകുന്നത്. നമുക്കതിലേക്ക് വരാം. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ കൃത്യമായിട്ട് എടുത്തു പറയുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് തെളിവുകൾ സഹിതം തന്നെ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. നിങ്ങൾ കേട്ടില്ലേ? വിജയ് വ്യക്തമായിട്ട് പറയുന്നു, ബ്രദർ രാഹുൽ ഗാന്ധി. ഇതേ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് സമയത്ത് ബ്രദർ എന്ന് വിളിച്ചത്, തന്റെ മൂത്ത സഹോദരൻ എന്ന് വിളിച്ചത്, മറ്റൊരു രാഷ്ട്രീയക്കാരനെയും ഞാൻ സഹോദരൻ എന്ന് വിളിച്ചിട്ടില്ല എന്നൊക്കെ പ്രസംഗിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ. തമിഴ്നാട് തിരഞ്ഞെടുപ്പ് സമയത്ത് DMKയുടെ MK സ്റ്റാലിനെ ഈ രാഹുൽ ഗാന്ധി വിളിച്ചത് മൂത്ത സഹോദരൻ എന്നായിരുന്നു. ആ മൂത്ത സഹോദരനൊപ്പമായിരുന്നു രാഹുൽ ഗാന്ധി മത്സരത്തിനിറങ്ങിയത്. മത്സരം കഴിഞ്ഞ സമയത്ത് TVKക്ക് വലിയ രീതിയിൽ സീറ്റുകൾ ലഭിച്ചു. 108 സീറ്റുകൾ സ്വന്തമായിട്ട് ലഭിച്ചു. ആ സ്പോട്ടിൽ തന്നെ മൂത്ത സഹോദരൻ എന്ന് വിളിച്ച, മൂത്ത സഹോദരനാണ് MK സ്റ്റാലിൻ എന്ന് വിളിച്ചു പറഞ്ഞ രാഹുൽ ഗാന്ധി മറുകണ്ഠം ചാടുക. MK സ്റ്റാലിനോട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഏത് MK സ്റ്റാലിനാ? അങ്ങനെ മലയാളികൾ തിരിച്ചറിയണോ? കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പകുതിയോളം സീറ്റ് കൊടുത്ത് കോൺഗ്രസിനെ വിജയിപ്പിച്ചിട്ടുള്ള MK സ്റ്റാലിന് തമിഴ്നാട് പൊളിറ്റിക്സ് നോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യ. ഈ പറയുന്ന DMKയുടെ 10-1 പോലും കോൺഗ്രസ് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് ഇല്ലായിരുന്നു എന്നുള്ളത് വളരെ വലിയ യാഥാർത്ഥ്യ. DMKയുടെ 10-1 പോലും കോൺഗ്രസ് ഇല്ല. ആ കോൺഗ്രസിന് 9 സീറ്റ് കൊടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. DMKക്ക് തമിഴ്നാട്ടിൽ 22 MP-മാരേ ഉള്ളൂ. അവിടെയാണ് 9 സീറ്റ് കൊടുത്ത് കോൺഗ്രസിനെ അവിടെ വിജയിപ്പിച്ചിട്ടുള്ളത്. 9 MP-മാര് DMK വിജയിപ്പിച്ചതാ. ആ DMK ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രീതിയിൽ സീറ്റ് കൊടുത്ത് 5 ജയിച്ചിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും DMKക്കും കോൺഗ്രസിനൊക്കെ വലിയ തിരിച്ചടിയാണ്. എന്നിട്ടും 5 സീറ്റ് കിട്ടിയതിന് ആ സീറ്റും കൊണ്ട് ഒരു നന്ദിയും കാണിക്കാതെ MK സ്റ്റാലിനോട് ഒരു വാക്ക് പോലും പറയാതെ സകല കോൺഗ്രസിന്റെ MLA-മാരെയും കൊണ്ട് രാഹുൽ ഗാന്ധി മറുകണ്ഠം ചാടി വിജയിക്കൊപ്പം നിന്നു. അതായത് രാഹുൽ ഗാന്ധിയാണ് സ്നേഹത്തിന്റെ കട തുറക്ക എന്ന ഇവിടെ നിരന്തരം കോൺഗ്രസ്സുകാരെ വിളിച്ചു പറയാറുള്ളത്. ഈ രാഹുൽ ഗാന്ധിക്ക് രാജ്യത്ത് കൊടും ചതിയുടെ, കൊടും വഞ്ചനയുടെ കട മാത്രമേ തുറക്കാൻ പറ്റൂ. ഉറപ്പിന്റെ കടമല്ലാതെ രാഹുൽ ഗാന്ധിക്ക് മറ്റൊരു കടയും തുറക്കാൻ സാധിക്കില്ല എന്ന് വീണ്ടും വീണ്ടും രാഹുൽ ഗാന്ധി തെളിയിച്ചോണ്ടിരിക്കുക. ഇതിന്റെയൊക്കെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താ? വളരെ വ്യക്തമാണ്. ഈ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നാൽ പിണറായി വിജയനെതിരെയല്ലേ പ്രസംഗിക്കുക? പിണറായി വിജയനെതിരല്ലേ ആഞ്ഞടിക്കാറുള്ളത്? അവ CPIയുടെ CPM-ന്റെ ഈ പറയുന്ന MP-മാര് ഇനി രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കോ? തമിഴ്നാട്ടിലെത്തിയാൽ എന്താ അവസ്ഥ? പറ്റിച്ചില്ലേ, വഞ്ചിച്ചില്ലേ, കൊടും ചതി ചെയ്തില്ലേ DMKയോട്? 22 സീറ്റ് ഉണ്ട് DMKക്ക്. അവർ ഔദ്യോഗികമായിട്ട് സഭയിൽ കത്ത് കൊടുത്തു, ഞങ്ങൾ ഇനി കോൺഗ്രസിനൊപ്പമല്ല എന്ന്. ഇനി നേരെ ബംഗാളിലെത്തിയാൽ എന്താ അവസ്ഥ? ബംഗാളിലും വളരെ വ്യക്തമാണ്. വളരെ വ്യക്തമായിട്ട് തൃണമൂൽ കോൺഗ്രസ് ഭീകരതയാണ് എന്നവർ വിളിച്ചു പറഞ്ഞു ഈ രാഹുൽ ഗാന്ധി. അല്ലെങ്കിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ പ്രതിപക്ഷ പ്രധാനപ്പെട്ട ഒരു ഈ ഒരു കക്ഷിയാണ് ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസ്. അതായത് അവർക്ക് 29 സീറ്റ് ഉണ്ട് സഭയിൽ, 29 സീറ്റ്. ഇനി അത് കഴിഞ്ഞിട്ട് നേരെ SP അഖിലേഷ് യാദവ് എന്താ അവസ്ഥ? ഈ കോൺഗ്രസ് ചെയ്തത് നെറുകേടാണെന്ന് പറഞ്ഞുകൊണ്ട്
DMKയുടെ സ്റ്റാലിനെയും അതേപോലെ തന്നെ ഈ പറയുന്ന മമതാ ബാനർജിയെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. SP-ക്ക് 37 സീറ്റ്. ഇനി RJDയുടെ അവസ്ഥ എന്താ? മത്സരിക്കുമ്പോൾ തന്നെ 11 സീറ്റിൽ തമ്മതല്ല. ബീഹാർ ഇലക്ഷൻ റിസൾട്ട് വന്നത് മുതൽ RJDയും രാഹുൽ ഗാന്ധിയുമായിട്ട് പ്രശ്നത്തില. രാഹുൽ ഗാന്ധി പോകുന്നിടത്തുകൂടി സകലരും പറ്റിച്ചു വഞ്ചിച്ചോ പോകുന്നത്. ഈ പറയുന്ന കോൺഗ്രസിന് 99 സീറ്റാ. ഈ 99-നെ മറികടക്കാൻ CPM, CPI, ഈ പറയുന്ന SP, RJD, ഈ പറയുന്ന മമതാ ബാനർജി, ഈ പറയുന്ന MK സ്റ്റാലിൻ, ഇവർ ഒരുമിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് വലിയ സാധ്യതയെ കുറിച്ച് നാഷണൽ ലെവൽ നിരീക്ഷകരൊക്കെ തന്നെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു, ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. രാഹുൽ ഗാന്ധി ഒറ്റപ്പെടാൻ പോവുകയാണ്, കോൺഗ്രസ് ഒറ്റപ്പെടാൻ പോവുകയാണ്. ഇനി കോൺഗ്രസ് ഉത്തരേന്ത്യയിലൊക്കെ ഈ SP ഒക്കെ എതിര് നിന്നാൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരിക്കും? പിന്നെ സകല മലയാളികളും തിരിച്ചറിയാം ഈ കോൺഗ്രസിനെ ആരാണ് ഇനി വിശ്വസിക്കാം. തിരഞ്ഞെടുപ്പ് സമയത്ത് ഒപ്പം നിന്നൊരു പരാജയം ഏറ്റാൽ അടങ്ങി ഒതുങ്ങി നിൽക്കണ്ടേ? അത് ചെയ്തിട്ടില്ല. റിസൾട്ട് വന്നതിന്റെ തൊട്ടു പിന്നാലെ TVക്കൊപ്പം ഓടി. അല്ല, വളരെ ലളിതമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളോട് ചോദിക്കാനില്ലേ? ഓപ്പറേഷൻ താമര, ഈ ചാക്കിട്ടപ്പെടുത്തം, കടത്തിക്കൊണ്ടുപോൽ, എന്തൊക്കെയായിരുന്നു ഒരു BJP സർക്കാർ ഏതെങ്കിലും ഒരു ഘടകകക്ഷി വന്നു കഴിഞ്ഞാൽ വിളിച്ചു പറയാറുള്ളത്? ഇപ്പൊ നടൻ വിജയ്ക്കൊപ്പരവും കോൺഗ്രസ് പോയ സമയത്ത്, ഇടതുപക്ഷം പോയ സമയത്ത്, മുസ്ലിം ലീഗ് പോയ സമയത്ത് ഒരു ചാക്കിട്ടപ്പെടുത്തൂല്ല, ഒരു ഓപ്പറേഷൻ താമരയിൽ ഒരു ഓപ്പറേഷൻ വിജയുമില്ല, ഒരു ഓപ്പറേഷൻ TVK-യില്ല. അത് വളരെ മതേതര ചേരി എന്നൊക്കെ പറഞ്ഞ്, അത് സ്നേഹത്തിന്റെ കട എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ സംഭവമാക്കുക. അപ്പൊ BJP ഒരു സ്ഥലത്ത് എന്തെങ്കിലും രൂപീകരിക്കുമ്പോ ഭരണ സംവിധാനത്തിലേക്ക് എത്തുമ്പോഴേക്ക് വിളിച്ചു ഓരോ ഓപ്പറേഷൻ താമര, ചാക്കിട്ടുപിടുത്തം, പണച്ചാക്കൊയ്ക്കല്. അപ്പൊ ഇതിനൊരു പ്രശ്നമില്ല, ഇതൊന്നുമല്ല. ഇത് കൊടും ചതി എന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? രാഹുൽ ഗാന്ധി DMK-യെ ചതിച്ചു, കൊടും ചതിയാണ് കോൺഗ്രസ് ചെയ്തത് എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ? ഈ റിസൾട്ട് വന്നതിന്റെ തൊട്ടു പിന്നാലെ രാഹുൽ ഗാന്ധിയും ടീമും ചാടി TVക്കൊപ്പം പോയില്ലേ? രാജ്യത്ത് പ്രതിപക്ഷം ഇനി എങ്ങനെയാണ്, പ്രതിപക്ഷ പാർട്ടികൾ എങ്ങനെയാണ് ഈ കോൺഗ്രസിനെ വിശ്വസിക്കുക? ഒരു ബോധമുള്ള ഒരു പാർട്ടി ലീഡേഴ്സും ഇനി രാഹുൽ ഗാന്ധി വിശ്വസിക്കോ? അഖിലേഷ് യാദവ് ഇനി എങ്ങനെ വിശ്വസിക്കുക? ഉത്തർപ്രദേശിൽ മത്സരം നടന്ന് ഇവർ ഒറ്റക്കെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം കാര്യം നോക്കി കോൺഗ്രസ് പോകുന്നുള്ളത് ഉറപ്പല്ലേ? അപ്പൊ ഇനി അഖിലേഷ് യാദവ് എത്ര സീറ്റ് കോൺഗ്രസിന് ഇനി മത്സരിക്കാൻ കൊടുക്കും? ഇനി രാജ്യത്ത് വരാൻ പോകുന്നത് തകർന്ന് തരിപ്പണമാവുന്ന കോൺഗ്രസ് ആണ്. ഇപ്പം തന്നെ തകർന്ന് തരിപ്പണായിക്കൊണ്ടിരിക്കുക. ആ കോൺഗ്രസ് ഇനിയും രാഹുൽ ഗാന്ധിയുടെ മണ്ടത്തരങ്ങൾ കാരണം, രാഹുൽ ഗാന്ധിയുടെ കൊടും ചതി കാരണം ഇനിയും തകർന്ന് തരിപ്പണാവുക. ഒരു കേരളവും പൊക്കിപ്പിടിച്ച് ഈ രാജ്യത്ത് ഒരു ചുക്കും ചെയ്യാനാവില്ല. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യ. ഈ പറയുന്ന ഈ കേരളത്തിൽ ആകെ ഒരു MP മാത്രമേ BJP-ക്കുള്ളൂ. രാജ്യം ഭരിക്കുന്നത് 3-ാം തവണയും BJP ആണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യ. രാഹുൽ ഗാന്ധിയാണ് എല്ലാ സ്ഥലങ്ങളിലും പോവുക, കൊടും ചതി ചെയ്യുക. പ്രതിപക്ഷ ഈ മമതയെ സംബന്ധിച്ച് ബംഗാൾ ഏറ്റവും വലുത്, MK സ്റ്റാലിനെ സംബന്ധിച്ച് തമിഴ്നാട് ഏറ്റവും വലുത്, അഖിലേഷ് യാദവിനെ സംബന്ധിച്ച് ഉത്തർപ്രദേശ് വലുത്. അവിടെയൊക്കെ പോയിട്ട് കോൺഗ്രസ് കൊളാക്കുക. ഈ രാഹുൽ ഗാന്ധി കൊളാക്കൂ? ഈ കോൺഗ്രസ് ഇനി തകർന്ന് തരിപ്പണമാവും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.